സംസ്ഥാനത്ത് കാലവർഷം അതിതീവ്രമാകുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ്. 5 ജില്ലകളിലാണ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മഴയ്ക്കൊപ്പം തന്നെ കനത്ത കാറ്റിനും ഇടിമിന്നലിനുമൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളത് കൂടെ മത്സ്യബന്ധനത്തിന് കേരള ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. ഇന്നും നാളെയുമായി കനത്ത മഴയ്ക്കുള്ള സാധ്യത പ്രവചിക്കപ്പെടുന്നു. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചതിന് പിന്നാലെ കനത്ത മഴയാണ് ഈ ജില്ലകളിൽ പെയ്തത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നിലവിലുണ്ട്. തൃശൂർ മണലൂരിൽ വീടിന് മുകളിലേക്ക് മരം വീണ 27-കാരനായ വിഷ്ണു മരിച്ചു. രാവിലെ 6 മണിയോടെയായിരുന്നു അപകടം. ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചുമാറ്റിയാണ് വിഷ്ണുവിനെ പുറത്തെടുത്തത്. ഉടൻ തന്നെ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ മലപ്പുറം ഒഴികെയുള്ള 4 വടക്കൻ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരുന്നു. വരും മണിക്കൂറുകളിലും സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മഴ ശക്തമായതോടെ നദികളിലെ ജലനിരപ്പും ഉയരുകയാണ്. പ്രളയ സാധ്യതാ മുന്നറിയിപ്പിന്റെ ഭാഗമായി തിരുവനന്തപുരം കരമനയാറ്റിലും പത്തനംതിട്ട മണിമലയാറ്റിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ ഇന്ന് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പൂർണ്ണ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ മലയോര മേഖലകളിലും തീരദേശങ്ങളിലും ജില്ലാ ഭരണകൂടങ്ങൾ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. കോഴിക്കോട്, വടകര, വിലങ്ങാട് ഉരുൾപൊട്ടൽ മുന്നറിയിപ്പിനെ തുടർന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനും മലയോര മേഖലകളിലൂടെയുള്ള രാത്രികാല യാത്രകൾ ഒഴിവാക്കാനും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. വിവിധ ജില്ലകൾക്കൊപ്പം മീഡിയ 1 കോഴിക്കോട്.